ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ എക്സസൈസ് 5.3ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ആദ്യം ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സംസ് ഗിവൺ ബിലോ. അവിടെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7, 10 and half, 14 etc. up to 84. ലാസ്റ്റ് ടൈം 84 ആണ്. 84 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. 7, 10 and half, 14 etc. to 84. അപ്പോൾ ഫസ്റ്റ് ടൈം A ഈക്വൽ ടു 7 എന്ന് കിട്ടി. അതുപോലെ സെക്കൻഡ് ടൈം A2 ഈക്വൽ ടു 10 and half. അതായത് ഈക്വൽ ടു 2 into 10, 20 plus 1, 21 divided by 2. അപ്പോൾ ഇവിടെ D ഈക്വൽ ടു 21 divided by 2 minus 7 ഈക്വൽ ടു 2 into 7, 14. അപ്പോൾ 21 minus 14 divided by 2 ഈക്വൽ ടു നമുക്ക് 7 by 2 എന്ന ആൻസർ കിട്ടും. ഇനി ഇതിലെ ലാസ്റ്റ് ടൈം നമുക്ക് AN എന്ന് എടുക്കാം. TN എന്നോ AN എന്നോ L എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈക്വൽ ടു അത് 84 ആണ്. നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി, D കിട്ടി, ലാസ്റ്റ് ടൈം കിട്ടി. നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എത്ര ടൈമിൻ്റെ സമ്മാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പകരം ലാസ്റ്റ് ടൈം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ N കണ്ടുപിടിക്കണം. എത്ര ടൈമിൻ്റെ സമ്മാണ് എന്നറിയില്ല, ലാസ്റ്റ് ടൈം നമുക്കറിയുള്ളൂ. അപ്പോൾ N കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് N കാണുന്ന ഇക്വേഷൻ തന്നെ കൊടുക്കാം. N ഈസ് ഈക്വൽ ടു നമുക്ക് A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D ആണ്. ഈക്വൽ ടു A ഇവിടെ 7 ആണ്. 7 പ്ലസ് N മൈനസ് 1 ഇൻറ്റു D ഇവിടെ 7/2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7/2 അത് 84 ആണെന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 84. അപ്പോൾ N മൈനസ് 1 ഇൻറ്റു D അതായത് 7/2 ഈക്വൽ ടു 84. ഈ പറഞ്ഞ ഫസ്റ്റ് ടൈം 7നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി മൈനസ് 7 ഈക്വൽ ടു 77 ആണ്. ഇവിടെ N മൈനസ് 1 ഇൻറ്റു 7/2 ഈക്വൽ ടു 77 നമുക്ക് കിട്ടി. അതിൽ നമുക്ക് N കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ N മൈനസ് 1 ഈക്വൽ ടു നമുക്ക് 7/2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഉള്ളത് 77 ഇൻറ്റു 7/2 ആണ് അപ്പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് 2/7 ആയി. ഈക്വൽ ടു 77 7നെ കട്ട് ചെയ്തു 11 to 2 22 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് N മൈനസ് 1 ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടി. അതുകൊണ്ട് N ഈസ് ഈക്വൽ ടു 22 പ്ലസ് 1, ഈ 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈക്വൽ ടു 23 എന്ന് കിട്ടി. നമുക്ക് ഇവിടെ ഈ കൂടെ N ഈസ് ഈക്വൽ ടു നമുക്ക് 23 എന്നും കൂടെ എഴുതാം. ഇനി നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ S23 SN ഈക്വൽ ടു N/2 ഇൻറ്റു നമുക്ക് 2A പ്ലസ് N മൈനസ് 1 D എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം വേണമെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് ടൈം nth ഡേ നമുക്ക് അറിയാം. അത് 84 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ്റെ ആവശ്യമില്ല, ലാസ്റ്റ് ടൈം അറിയാവുന്നതുകൊണ്ട് നമുക്ക് A1 പ്ലസ് AN അല്ലെങ്കിൽ A പ്ലസ് AN ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ S23 ആണ് വേണ്ടത്. അപ്പോൾ S23 ഈക്വൽ ടു 23 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം നമുക്ക് 7 ആണ്. 7 പ്ലസ് ലാസ്റ്റ് ടൈം 84 ആണ്. 84 എന്ന് കൊടുക്കാം. ഈക്വൽ ടു S23 ഈക്വൽ ടു 23/2 ഇൻറ്റു 7 പ്ലസ് 84 91 ഈക്വൽ ടു 2093 ഡിവൈഡ് ബൈ 2. അപ്പോൾ S23 ഈക്വൽ ടു 1046.5. ഇനി വേണമെങ്കിൽ 1046.5 എന്ന് എഴുതാം. ഫ്രാക്ഷനാണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്, അതുകൊണ്ട് ഫ്രാക്ഷനായിട്ട് തന്നെ എഴുതി. അപ്പോൾ നമുക്ക് ഇവിടെ A അറിയാം, അതിൽ നിന്നും D കണ്ടുപിടിച്ചു. പ്രോഗ്രഷൻ അറിയാവുന്നതുകൊണ്ട് D കണ്ടുപിടിച്ചു. nth ടൈം അറിയാം,
അവിടെ നിന്നും എത്രാമത്തെ ടേമാണ്, അപ്പം എൻ എത്രയാണ്, nth ടേം അറിയാം, അതിൽ നിന്നും n കണ്ടുപിടിച്ചു. n = 23 ആണെന്ന് കിട്ടി. അതിൽ നിന്നും സബ്മിറ്റ് ഇക്വേഷനിൽ കൊടുത്തു S23. അപ്പോൾ 23 ടേമുകളുടെ സം നമുക്ക് 1046 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 34, 32, 30 പ്ലസ് എക്സെട്ര അപ് ടു 10 വരെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം A = 34 ആണ്. അതുപോലെ D = 32 മൈനസ് 34. അപ്പോൾ D = നമുക്ക് -2 എന്ന് കിട്ടി. അതുപോലെ nth ടൈം AN = 10 ആണ്. ഇവിടെ നമുക്ക് n കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ AN = A + n-1 ഇൻറ്റു D. അപ്പോൾ A ഇവിടെ 34 ആണ്. 34 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വാല്യൂ -2 ആണ്. -2 = നമ്മുടെ ആൻസർ ഇവിടെ 10 ആണ്. ലാസ്റ്റ് ടൈം 10 തന്നിട്ടുണ്ട്. അപ്പോൾ n-1 ഇൻറ്റു -2 = 10 അവിടെ ഉണ്ട്. ആ 10 അവിടെ എഴുതി. ഈ 34 റൈറ്റ് സൈഡിലേക്ക് പോകണം. -34. അപ്പോൾ n-1 ഇൻറ്റു -2 = -24. അപ്പോൾ n-1 = -24 ഡിവൈഡ് ബൈ -2 = 12 എന്ന് നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് n = 12 പ്ലസ് 1 ആയി =30. നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, ലാസ്റ്റ് ടൈം അറിയാം, n അറിയാം. ഇനി നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ Sn = n/2 ഇൻറ്റു ലാസ്റ്റ് ടൈം അറിയാവുന്നതുകൊണ്ട് A1 പ്ലസ് AN എടുത്താൽ മതി. ലാസ്റ്റ് ടൈം പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ S13 = n നമുക്ക് 13 കിട്ടി. അപ്പം 13 ടേമിൻ്റെ സം S13 = 13/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 34 ആണ്. 34 പ്ലസ് ലാസ്റ്റ് ടൈം nth ടൈം 10 ആണ് = 13/2 ഇൻറ്റു 34 പ്ലസ് 10 44 = 244 കട്ട് ചെയ്യാം. അപ്പോൾ 13 ഇൻറ്റു 22. അപ്പോൾ S13 = 286 എന്ന് നമുക്ക് ആൻസർ കിട്ടി. S13 = 286. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് ടൈം A = -5. അതുപോലെ D = -8 മൈനസ് -5 ആണ് ചെയ്യുക. = -8 പ്ലസ് 5 = -3 നമുക്ക് കിട്ടി. അപ്പോൾ A -5 ആണ്, D -3 എന്ന് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് ടൈം AN nth ടൈം = -230 ആണ്. ഇനിയെല്ലാം കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ ഈ AN ലാസ്റ്റ് ടൈമിനകത്ത് നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം സബ്മിറ്റ് ഇക്വേഷൻ കൊടുക്കണം. അപ്പോൾ AN = A + n-1 ഇൻറ്റു D ആണ്. അപ്പോൾ ഇവിടെ A -5 ആണ്. -5 പ്ലസ് n-1 ഇൻറ്റു D യുടെ -3 ആണ്. -3 = നമുക്ക് nth ടൈം തന്നിട്ടുണ്ട് -230 ആണ്. അപ്പോൾ n-1 ഇൻറ്റു -3 = -230 ഇവിടെ ഉണ്ട്. -230 ഈ -5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പ്ലസ് 5. അപ്പോൾ n-1 ഇൻറ്റു -3 = -225. n-1 = -225 ഡിവൈഡഡ് ബൈ -3 = അപ്പോൾ സൈൻ പോസിറ്റീവ് 75 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ n = 75 പ്ലസ് 1 = 76 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് ഇവിടെ എഴുതി വെക്കാം. n = 76 എന്ന് കിട്ടി. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാം. അപ്പോൾ Sn = n/2 ഇൻറ്റു ഇവിടെയും നമുക്ക് ലാസ്റ്റ് ടൈം അറിയാവുന്നുണ്ട്. A + AN ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം മതി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 76th ടൈം ആണ്. അപ്പോൾ S76 = 76 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടൈം -5 ആണ്. -5
പ്ലസ് ലാസ്റ്റ് ടൈം മൈനസ് 230 ആണ്. മൈനസ് 230 ഈക്വൽ ടു 76 ഡിവൈഡ് ബൈ 2 ഇൻറ്റു മൈനസ് 235 ഈക്വൽ ടു 38 ഇൻറ്റു മൈനസ് 235. അപ്പോൾ yes 76 ഈക്വൽ ടു മൈനസ് 8930 എന്ന് നമുക്ക് ആൻസർ.